സിഎച്ച്ആറിന്റെ വിസ്തൃതി സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെട്ടതെങ്ങനെയെന്ന് അന്വേഷിക്കണമെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി ബിജോ മാണി 4 താലൂക്കുകളിലെ ലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ നിലപാട് സംശയാസ്പദമാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സിഎച്ച്ആറിനെ കൂടി സംരക്ഷിത വനമാക്കി ജില്ലയിൽ വീണ്ടും വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ ഗൂഢനീക്കമാണിപ്പോൾ നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൊളാട്രൽ നടപടികളിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളിലും സത്യവാങ്മൂലങ്ങളിലും സിഎച്ച്ആറിന്റെ വിസ്തൃതിയിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് 2024 ഏപ്രിൽ 15 സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷം 2024 ഒക്ടോബർ 23 നൽകിയ സത്യവാങ്മൂലത്തിലും ലാൻഡ് റവന്യൂ കമ്മീഷണർ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് 2024 ജൂലൈ 12 നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ പോലും അവഗണിച്ച് 413 ചതുരശ്ര മൈലാണ് സിഎച്ച്ആറിന്റെ വിസ്തൃതിയെന്ന തെറ്റായ കണക്കാണ് സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയത്. ഇത് കേസിൽ തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല ഈ മേഖലയിൽ നൽകിയിട്ടുള്ള പട്ടയങ്ങളുടെ നിയമസാധുത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയുണ്ടാകും. ഇനി പട്ടയം നൽകുന്നതിനെയും പ്രതികൂലമായി ബാധിച്ചേക്കും. നമ്മുടെ ജില്ലയിലെ സിഎച്ച്ആറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാകുകയും സിഎച്ച്ആറിലെ പട്ടയ നടപടികൾ സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കുകയും ഒക്കെ ചെയ്ത കാര്യം നമ്മൾ ഇതിനു മുമ്പ് വാർത്ത ചെയ്തിട്ടുള്ളതാണ്. ആ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് ധാരണയുള്ളതുമാണ്. ഈ സിഎച്ച്ആറുമായി ബന്ധപ്പെട്ട് പട്ടയ വിതരണം തടയാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് സുപ്രീം കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ ഒരു പിഴവാണ്. അപ്പം 2009 സുപ്രീം കോടതി അനുമതിയോടെ ആണ് സിഎച്ച്ആർ മേഖലയിൽ പട്ടയം നൽകുന്നതെന്നുള്ള കാര്യം സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറയാതിരുന്നതാണ് 2024 ഒക്ടോബർ മാസം 24 സിഎച്ച്ആറിലെ പട്ടയ നടപടികൾ താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിന് കാരണമായിട്ടുള്ളത്. ഈ 2009 തന്നെ 20,300 ഹെക്ടർ ഭൂമിക്ക് സിഎച്ച്ആർ പട്ടയം നൽകാൻ വേണ്ടി സുപ്രീം കോടതി തന്നെ അനുമതി നൽകിയിരുന്നതാണ്. അപ്പോൾ ഈ കേസ് നടത്തിപ്പിനകത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചയാണ് സിഎച്ച്ആർ മേഖലയിലെ പട്ടയ വിതരണം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിന് കാരണമായതെന്നുള്ള കാര്യം നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കോടതി നടപടികൾ പരിശോധിച്ചാൽ വ്യക്തമാകും. എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സിഎച്ച്ആർ വിസ്തൃതി 413 ചതുരശ്ര മൈലാണെന്ന് പറഞ്ഞതെന്ന് മന്ത്രി വ്യക്തമാക്കണം. 4 നൂറ്റാണ്ടായി സിഎച്ച്ആർ ഉൾപ്പെടുന്ന മേഖലയിൽ നിന്നുള്ള ജനപ്രതിനിധിയായിട്ടും വിഷയം പഠിച്ച് കർഷക താൽപര്യം സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കാത്തത് വഞ്ചനയാണ്. സിഎച്ച്ആർ വിഷയത്തിൽ ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും കർഷകർക്ക് ആശങ്ക വേണ്ടെന്നുമാണ് സിപിഎം സിപിഐ നേതാക്കളും പറയുന്നത്. വസ്തുതകൾ പരിശോധിക്കാതെയാണ് ഈ പ്രതികരണങ്ങളെന്ന് വ്യക്തമാണ്. സിഎച്ച്ആറിന്റെ വിസ്തൃതി സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ട ശേഷവും തെറ്റായ കണക്ക് നൽകിയത് വിഷയം സങ്കീർണമാക്കും. സിഎച്ച്ആർ മേഖലയിൽ നിന്നുള്ള എംഎൽഎമാർ ഈ വിഷയം പഠിക്കാൻ തയ്യാറാകണമെന്നും സർക്കാരിനെ കൊണ്ട് തെറ്റുതിരുത്തിച്ച് കർഷക താൽപര്യം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ബിജോ മാണി ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമ്മൂട്ടിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.